ഹായ് ഓൾ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് കണ്ടായിരുന്നു. നമുക്ക് ഇന്ന് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിലേക്ക് ഡയറക്റ്റ്ലി പോയാലോ? അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിൽ എ പാർട്ടിൽ വരുന്നത് എന്താണ്? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് ചോദ്യത്തിനകത്തേക്ക് പോവാം. ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ഗ്ലോബൽ സ്പോർട്സ് ക്ലബ് ഫോർ ദി ഇയർ എൻഡ് 31st March 2025 ഇസ് ഗിവൺ ആസ് അണ്ടർ. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ചോദ്യത്തിനകത്തേക്ക് പോകാം. ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ പ്രിപ്പയർഡ് ആഫ്റ്റർ ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ഇൻഫർമേഷൻ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസിന്റെ ഉണ്ട്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയുടെയും പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസിന്റെയും എന്താണ് 31 മാർച്ച് 2024ലെയും 31 മാർച്ച് 2025ലെയും ഇൻഫർമേഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ദി ക്ലബ് ഓൺ എ സ്പോർട്സ് ഗ്രൗണ്ട് വാല്യൂഡ് അറ്റ് 2,40,000. അതായത് എന്തുണ്ടായിരുന്നു? ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു 2,40,000 രൂപയുടെ. ദ ക്ലബ് ഹാഡ് സ്പോർട്സ് എക്യുപ്മെന്റ് ഓൺ 1st April 2024 വാല്യൂഡ് അറ്റ് 62,400. ഇപ്പൊ സ്പോർട്സ് എക്യുപ്മെന്റ് എത്ര രൂപയുടെ ആയിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. At the end of the year, after depreciation, the value of this equipment amounted to 64,800. അതായത് ഈ വർഷം അവസാനം ഈ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിട്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 64,800 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഓഡിറ്റ് ഫീസ് ഓഫ് 4,800 for the year 23-24 was paid during the current year. അതായത് ഈ 25 ഈ വർഷമാണ് കഴിഞ്ഞ വർഷത്തെ നമ്മൾ പേ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓഡിറ്റ് ഫീസ് ഫോർ 24-25 ഈസ് ആസ് യെസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഈ ഓഡിറ്റ് ഫീസ് നമുക്ക് ഈ വർഷത്തെ ഇനിയും കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. During 23-24, the club had raised a bank loan of 48,000. അതായത് ഒരു ബാങ്ക് ലോൺ ഉണ്ട്. ദിസ് ലോൺ വാസ് ഔട്ട്സ്റ്റാൻഡിങ് ത്രൂ ഔട്ട് ദി കറന്റ് ഇയർ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ആണ് നിലവിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് 1st April 2024 അതായത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 33,360 എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും വരയ്ക്കണം, ബാലൻസ് ഷീറ്റും വരയ്ക്കണം. അപ്പോ ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റും ബാലൻസ് ഷീറ്റും വരയ്ക്കാനുള്ളത് ചോദ്യമാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കണമെങ്കിൽ ക്യാപിറ്റലിന്റെ ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അതായത് എന്താണ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഫണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ക്യാപിറ്റലിനെ പറയുന്നത് അല്ലെ? അപ്പോ നമുക്ക് ക്യാപിറ്റലിന്റെ ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ അസർട്ടൈൻ ചെയ്യണം എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ എത്രയുണ്ട് എന്നറിയാൻ ഒരു ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു ബാലൻസ് ഷീറ്റ് വരച്ച് നമ്മൾ ക്യാപിറ്റൽ അതിൽ നിന്ന് ബാലൻസിങ് ഫിഗർ ആയിട്ട് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിനുശേഷം ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ, അതുപോലെ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ്ങിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എത്രയാണ് വരേണ്ടത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഈ പറയുന്ന ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള പല അസറ്റിന്റെ വില ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അഡീഷണൽ പർച്ചേസ് ഉണ്ടോ, സെയിൽ ഉണ്ടോ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ഇതെല്ലാം ഒരു ഓർഡറിൽ അങ്ങ് ചെയ്തു പോയാലോ? അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരച്ചിട്ടിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, ഞാൻ സൈഡ് വിൻഡോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാനും അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു കറണ്ട് പീരീഡ്, പ്രീവിയസ് പീരീഡ്, ഫ്യൂച്ചർ പീരീഡ് എല്ലാം. ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പേയ്മെന്റ് സൈഡിൽ എഴുതും. ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ എഴുതും. ശരിയല്ലേ? അത് ഈ പീരീഡിൽ മാത്രം റിലേറ്റ് ചെയ്താണോ നമ്മൾ നോക്കത്തൊന്നുമില്ല. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഈക്വൽ ആണ്. ഈ വർഷത്തെ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതത്തുള്ളൂ അല്ലേ? അപ്പൊ നോർമലി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് നമ്മൾ എഴുതുമ്പോൾ ഈ പറയുന്ന ഈ ഒരു കറണ്ട് പീരീഡിലെ മാത്രം ആണ് കാര്യങ്ങൾ എഴുതത്തുള്ളൂ. അതിന് നേരെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വന്നിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയ്ക്കാൻ പറയുമ്പോൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എന്താണ്, ഫസ്റ്റ് പേജിൽ നമ്മൾ വരച്ചിട്ടു, അടുത്ത പേജിൽ നമുക്ക് ഈ പറയുന്ന രീതിക്ക് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ വർക്കിംഗ് നോട്ട് കൊടുത്തേക്കാം. വർക്കിംഗ് നോട്ട് 1 എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഫണ്ട് അല്ലെ? കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഫണ്ട്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്തേക്കാം? ആദ്യം നമുക്ക് ഒരു ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് വരച്ചേക്കാം.
ഇനി നോക്കിക്കേ, ഞാൻ ജസ്റ്റ് എമൗണ്ടിന്റെ സിമ്പിൾ എല്ലാം കൊടുത്തേക്കാം. നിങ്ങൾ എഴുതുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് എഴുതണം. എക്സാമിൽ ഞാനിപ്പോ ജസ്റ്റ് വർക്കിനോട്ടായിട്ട് പെട്ടെന്ന് എഴുതുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഈ പാസേജ് ആയിട്ട് തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് നോക്കാം. എന്നുണ്ടായിരുന്നു, ഒരു സ്പോർട്സ് ഗ്രൗണ്ട് ഉണ്ടായിരുന്ന കാര്യമാണ് ആദ്യം പറയുന്നത്. നമുക്ക് ശരിക്കും ബാലൻസ് ഷീറ്റ് ലിക്വിഡിറ്റി ഓർഡറിലൊക്കെ എഴുതാം, പക്ഷെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഞാൻ ഓർഡർ ഒന്നും നോക്കുന്നില്ല, ഡയറക്റ്റ്ലി എഴുതുന്നുള്ളൂ. നമുക്ക് അസറ്റ് ആയിട്ട് എന്തുണ്ടായിരുന്നു, ഒരു സ്പോർട്സ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ശരിയാണല്ലോ. സ്പോർട്സ് ഗ്രൗണ്ടിന് 2,40,000, അത് അതേപോലെ നമ്മൾ എഴുതുന്നു. പിന്നെ എന്നാ ഉള്ളത്, ക്ലബ് ഹാർഡ് സ്പോർട്സ് സെഗ്മെന്റ് ഓൺ 1st April 2024 വാല്യൂ ഡേറ്റ്. അതായത് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലല്ലേ കണ്ടുപിടിക്കുന്നത്. 62,400 രൂപയുടെ സ്പോർട്സ് സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പോ എക്യുപ്മെന്റ് എന്ന് എഴുതാം. എക്യുപ്മെന്റ് എത്ര രൂപയുടെ ഉണ്ടായിരുന്നു, 62,400 രൂപയുടെ ഉണ്ടായിരുന്നു. പിന്നെയോ എൻഡ് ഓഫ് ദി ഇയർ, അത് അടുത്ത വർഷത്തെ ബാലൻസ് ഷീറ്റിനകത്ത് നമുക്ക് എഴുതിയാൽ മതി. ഓഡിറ്റ് ഫീസ് ഓഫ് 4,800 എന്താണ്, ഈ അടുത്ത വർഷം, ഈ വർഷമാണ് അടച്ചത്. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ വർഷം അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ. അതായത് നമ്മൾ ഈ വരയ്ക്കുന്ന ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് 31/3/24 ഓക്കെ. ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിലെ മീൻസ് കഴിഞ്ഞ വർഷം ക്ലോസിംഗിലെ. ആ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഈ 4,800 രൂപ നമ്മൾ അടച്ചിട്ടില്ല, ഓഡിറ്റ് ഫീസ് നമ്മൾ അടച്ചിട്ടില്ല. അതായത് നമുക്കൊരു എന്തുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീസ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീസ് ആണ് കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് ഈ പറയുന്ന 4,800 രൂപ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ എഴുതി, ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി. ഈ പറഞ്ഞ 62,400 കറക്റ്റ് ആയിട്ട് എഴുതി. ഓഡിറ്റ് ഫീസിന്റെ കാര്യം കൂടെ നമ്മൾ എഴുതി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, പിന്നെ പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ലോൺ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ബാങ്ക് ലോൺ നമുക്ക് അവിടെ അതേപോലെ ഉണ്ട്. എത്രയുണ്ട് ബാങ്ക് ലോണ്, ബാങ്ക് ലോണ് എന്ന് നമ്മൾ പറയുന്നത്, ബാങ്ക് ലോണ് 48,000 രൂപ ബാങ്ക് ലോൺ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, എഴുതിയിട്ടുണ്ട്. പിന്നെ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാഷിന്റെ പേരിൽ 33,360 ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ചു. ഇനി സബ്സ്ക്രിപ്ഷന്റെ മേളിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനകത്തേക്ക് നമ്മൾ നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 31 മാർച്ച് 2024 ആയ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, കിട്ടാനുണ്ട്, ശരിയല്ലേ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എഴുതണ്ടേ. നമ്മളെ സംബന്ധിച്ച് അസറ്റ് സൈഡിനകത്ത് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ 14,400 എഴുതുന്നു. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി. പിന്നെയോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ലൈബിലിറ്റി ആണ് അല്ലെ. അപ്പൊ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് മേടിച്ചിരിക്കുന്നത് 10,800 രൂപ നമ്മൾ എഴുതുന്നു. അടുത്തതിന് ശേഷം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഉണ്ട്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമ്മളെ സംബന്ധിച്ച് എന്താണ്, ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നു. പിന്നെയോ പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഒന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അസറ്റ് സൈഡിൽ എഴുതി വെച്ചേനെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയില്ലോ. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ക്യാപിറ്റൽ ഫണ്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് കണ്ടുപിടിക്കുന്നു. ഇത് കൂട്ടി നോക്കിയേ. ഇത് കൂട്ടി നോക്കുമ്പോ 2,40,000 പ്ലസ് 62,400 പ്ലസ് 14,400 ടോട്ടൽ കൂട്ടുമ്പോ നമുക്ക് 3,50,160 കിട്ടും. ഇനി അതിനകത്തുനിന്ന് എന്ത് ചെയ്താൽ മതി, ലൈബിലിറ്റീസ് കുറച്ചാൽ മതി. ലൈബിലിറ്റീസ് നമുക്ക് കുറയ്ക്കുമ്പോ വരുന്ന എമൗണ്ട് 2,76,960 രൂപ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് വേണ്ട എന്ത്, ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് വരുന്നത് 2,76,960. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് സുഖമായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതായി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി അടുത്ത കണ്ടുപിടിച്ചാലോ. ഓക്കെ, അടുത്ത നമുക്ക് വർക്കിംഗ് നോട്ട് 2 എഴുതാം. എന്താണ് വർക്കിംഗ് നോട്ട് 2 ആയിട്ട് വരുന്നത്, സബ്സ്ക്രിപ്ഷൻ ടു ബി ഷോൺ ഇൻ എവിടെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സബ്സ്ക്രിപ്ഷൻ ടു ബി ഷോൺ ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. അപ്പൊ നോർമലി ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്, ശരിയല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ 1,80,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 1,80,000 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിനകത്തേക്ക് നോക്കിയാലോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2024
അതായത് നോർമലി നമ്മൾ നോക്കുവാണെങ്കിൽ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക എന്നാണ്. ശരിയല്ലേ? അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതായത് ഈ വർഷത്തെ റിലേറ്റ് ചെയ്ത കാര്യം മാത്രമല്ല വരാവുള്ളൂ, ആ രീതിയിലാണ് ചെയ്യാറ്. അതായത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമ്മൾ കൂട്ടുന്നത്, അതിന് നേരെ റിവേഴ്സ് നമ്മൾ ചെയ്യണം. അതായത് ലെസ് എന്ത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കുറയ്ക്കണം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്രയാണ്? 18,000 രൂപയാണ്. അങ്ങനെയാണെങ്കിലോ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ഓപ്പണിംഗ് എന്ത് ഔട്ട്സ്റ്റാൻഡിംഗ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ്? 14,400. ഇനി അഡ്വാൻസിന്റെ കാര്യം നോക്കിയാലോ? ഇനി അഡ്വാൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നോർമലി ഓപ്പണിംഗ് അഡ്വാൻസ് കൂട്ടണം, ക്ലോസിംഗ് അഡ്വാൻസ് കുറയ്ക്കണം. പക്ഷെ ഇവിടെ നേരെ റിവേഴ്സ് ചെയ്യണം. അതായത് ഓപ്പണിംഗ് അഡ്വാൻസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ഡേറ്റ് എഴുതി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതായത് ഓപ്പണിംഗ് ഡേറ്റ് ഈ പറഞ്ഞ രീതിക്ക് എഴുതിയാലും കുഴപ്പമില്ല. ഏതാണ്? 10,800 രൂപ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് ഓപ്പണിംഗിൽ അഡ്വാൻസ് കുറയ്ക്കണം. ക്ലോസിംഗ് അഡ്വാൻസ് എന്ത് ചെയ്യണം? ക്ലോസിംഗ് അഡ്വാൻസ് നമ്മൾ കൂട്ടണം. ക്ലോസിംഗ് അഡ്വാൻസ് എത്രയാണ്? 6,480. അപ്പൊ ഇതിന്റെ ഫൈനൽ എത്രയാണെന്ന് നോക്കിക്കേ. 1,80,000 മൈനസ് 18,000 പ്ലസ് 14,400 മൈനസ് 10,800 പ്ലസ് 6,480. 1,72,80 രൂപ എന്ന് കിട്ടും. ഇതാണ് കിട്ടുന്നത്, നോക്കണേ. ഓക്കെ, അടുത്ത വർക്ക് നോട്ട് എഴുതിയാലോ? അടുത്ത വർക്ക് നോട്ട് 3 ഇതേപോലെ തന്നെ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് എന്താണ്? സാലറി ടു ബി ഷോൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സാലറി എവിടെയുള്ളത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് നോർമലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് തന്നിരിക്കുന്ന സാലറി എത്രയാണെന്ന് ആദ്യം നോക്കുക. നമുക്ക് വന്നിരിക്കുന്ന സാലറി എവിടെയാണ്? 1,14,000 അല്ലെ? 1,14,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1,14,000. അതായത് സാലറി ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 1,14,000 ആണ്. ഇനി നമുക്ക് ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കിക്കേ. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നോർമൽ രീതിയിലായിരുന്നെങ്കിൽ എന്താണ്? ക്ലോസിംഗ് ആയിരുന്നു കൂട്ടേണ്ടിയിരുന്നത്. ശരിയല്ലേ? അപ്പൊ നേരെ റിവേഴ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ് തന്നിരിക്കുന്നത്? 9,600. ക്ലോസിംഗ് എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കണം. അതായത് 10,800 രൂപ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ സാലറി ടു ബി ഷോൺ ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എത്ര വരും? 1,14,000 ആഡ് 9,600 പ്ലസ് 10,800 1,12,800 രൂപ എന്ന് കിട്ടും. ഇതാണ് ഇവിടെ വരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്ന സാലറി. അടുത്തത് വർക്കിംഗ് നോട്ട് 4 എന്തിന്റെ? പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസിന്റെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉള്ളത് നമുക്ക് നോക്കാം. 10,800 ആണ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. 10,800 രൂപ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ്മെന്റിനകത്തേക്ക് നോക്കാം. ഇതെന്താണ്? പ്രീപെയ്ഡ്, ഇത് ഇലക്ട്രിസിറ്റി ചാർജസ് ഇൻ എവിടെ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 10,800. നേരെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലോ. അതായത് നോർമലി പ്രീപെയ്ഡ് ഓപ്പണിംഗ് ഡേറ്റിലെ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഓപ്പണിംഗ് ഡേറ്റിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഓപ്പണിംഗ് ഡേറ്റിൽ നില്ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആഡ് ചെയ്യാൻ എന്താണ്? നമുക്ക് ഇല്ല. നോർമലി നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിൽ പ്രീപെയ്ഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ക്ലോസിംഗ് ഡേറ്റിലെ പ്രീപെയ്ഡ് നോർമലി എന്താണ് നമ്മൾ ചെയ്യാറ്? നമ്മൾ ലെസ് ചെയ്യുവാണ് ചെയ്യാറ്, അല്ലെ? അപ്പൊ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അതായത് ക്ലോസിംഗ് പ്രീപെയ്ഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യും. 1,440 രൂപ. അപ്പൊ ടോട്ടൽ എത്ര വരും? അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുമ്പോ 12,740 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താ? നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു, സാലറി കഴിഞ്ഞു, പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസിന്റെ കാര്യം നമ്മൾ ഡീൽ ചെയ്തു. അടുത്ത് നമുക്ക് ഈ പറയുന്ന നമ്മളോട് പറഞ്ഞിരുന്ന സ്പോർട്സ് സെഗ്മെന്റിന്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അതായത് സ്പോർട്സ് സെഗ്മെന്റ് ഓപ്പണിംഗ് ഡേറ്റില് 62,400 ആയിരുന്നു. അതിനുശേഷം ഡിപ്രീസിയേഷന് ശേഷം ക്ലോസിംഗ് ഡേറ്റിൽ എത്രയാണുള്ളത്? 64,800 ആണ് വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിനർത്ഥം അവിടെ എന്തെങ്കിലും അഡീഷണലി പർച്ചേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചാലോ? അതായത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ചോദ്യത്തിനകത്തേക്ക് നോക്കുക. ചോദ്യത്തിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോ നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 7,200 രൂപയാണ്.
അതായത് ഡിപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട് 7,200 രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില്. ശരിയല്ലേ? അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ ഈ അസറ്റിന്റെ വില എന്ന് പറയുന്നത്, അപ്പൊ അസറ്റ് ടു വാല്യൂ ഓപ്പണിംഗ് ഡേറ്റിൽ എന്ന് പറയുന്നത് 62,400 ആയിരുന്നു അല്ലെ? അതിനുശേഷം അതിനകത്തുനിന്ന് അഡീഷണൽ സബ്സ്ട്രാക്ഷൻ എന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ? ക്ലോസിംഗ് ഡേറ്റിൽ അതിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 64,800 ആണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അഡീഷൻസ് സംഭവിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? ആഡ് അഡീഷൻസ്, അതിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാ? അറിഞ്ഞൂടാ. ശരിയല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ലിസ്റ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ നമ്മൾ എത്രയാ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഡിപ്രീസിയേഷൻ 7,200. ക്ലിയർ ആണല്ലോ? അതായത് ഓപ്പണിംഗ് വാല്യൂവിനോട് അഡീഷൻ കഴിഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് ക്ലോസിംഗ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. നമുക്കിതൊരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് എങ്ങനെ എഴുതാം? 62,400 ആഡ്, ഇപ്പൊ അഡീഷന്റെ വാല്യൂ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എന്താണ്? ലെസ് ഡിപ്രീസിയേഷൻ, അത് എത്ര എമൗണ്ട് വരുന്നത്? ഡിപ്രീസിയേഷൻ എമൗണ്ട് വരുന്നത് 7,200 ഇസ് ഈക്വൽ ടു 64,800. ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ അപ്പുറത്തോട്ട് കൊടുക്കുമ്പോഴോ 62,400 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 64,800 പ്ലസ് 7,200 വരും അല്ലെ? അപ്പൊ എത്ര വരും? 72,000 വരും. ഇതിനകത്തുനിന്ന് എക്സ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? 72,000 മൈനസ് 62,400. അപ്പൊ എത്ര വരും? മൈനസ് 62,400. അപ്പൊ അഡീഷണലി നമുക്ക് വന്നിരിക്കുന്ന പർച്ചേസ് പറയുന്നത് 9,600 ആണ് അല്ലെ? ഇത് നമുക്ക് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. കാരണം അഡീഷണൽ പർച്ചേസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് പോയിട്ടുണ്ടാവുമല്ലോ. ഇത് നമ്മൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ നമ്മൾ അത്യാവശ്യം എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഡീൽ ചെയ്തു, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഡീൽ ചെയ്തു, പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഡീൽ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? സ്പോർട്സ് എക്യുപ്മെന്റിന്റെ കാര്യം നമ്മൾ ഡീൽ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ശരിയല്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആദ്യം വരച്ചു വെച്ചിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്തേക്കാം? അങ്ങ് വരച്ചേക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പൊ ടു എന്താണ്? ബാലൻസ് ബോർഡൺ. ബാലൻസ് ബോർഡൺ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് ബാലൻസ് നമുക്ക് ചോദ്യത്തിനകത്ത് താഴെ തന്നിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു തന്നായിരുന്നത്? ഏറ്റവും ലാസ്റ്റ് ഒരു 33,360 രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ അതേപോലെ എഴുതുന്നു 33,360 അതേപോലെ എഴുതി വെക്കുന്നു. അപ്പൊ നമ്മൾ ആ കാര്യം എഴുതി. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ എക്സ്പെൻഡിച്ചറും കുറെ ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് അതിനകത്തേക്ക് എഴുതാം. പിന്നെ ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അതേപോലെ എഴുതുന്നെങ്കിൽ അതേപോലെ എഴുതാം. അതായത് നമ്മൾ സബ്സ്ക്രിപ്ഷന്റെയും സാലറിയുടെയും ഇലക്ട്രിസിറ്റിയുടെ ക്വാളിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ആദ്യം അതേപോലെ എഴുതി വെച്ചേക്കാം. അപ്പൊ നമ്മൾ അടുത്തായിട്ട് സബ്സ്ക്രിപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ ആദ്യം താഴെ വർക്കിലോട്ട് എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അത് എത്രയാണെന്ന് അതേപോലെ എഴുതുക. നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് 1,72,080 രൂപയായിരുന്നു. അത് അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? എഴുതി വെച്ചിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ. അതിനുശേഷം എന്താണ്? സാലറി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സാലറി എത്ര എമൗണ്ട് ആണ് വരേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചത്? 1,12,800 ആണ് വരേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചത്. ഇലക്ട്രിസിറ്റി എത്രയാ വരേണ്ടത്? ഇലക്ട്രിസിറ്റി നമുക്ക് വരുന്നത് 12,240 നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയല്ലോ. പിന്നെ സ്പോർട്സ് സെഗ്മെന്റ് അഡീഷണൽ പർച്ചേസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് എഴുതണം? അതേപോലെ എഴുതണം. അതായത് സ്പോർട്സ് സെഗ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്ത ഇൻഫർമേഷൻ അതേപോലെ 9,600 രൂപ എഴുതണം. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ചെയ്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ശരിയല്ലേ? ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒക്കെ നോക്കിയിട്ട് അതേപോലെ നമുക്ക് എഴുതിയാൽ പോരെ? അത് നമുക്കൊരു സൈഡിൽ തുടങ്ങാം. സൈഡിൽ തുടങ്ങുമ്പോൾ ഏതൊക്കെ ഐറ്റംസ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എക്സ്പെൻഡിച്ചർ സൈഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, ആദ്യത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നത് എന്താണ്? ടു അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്സ് ആണ്. എന്തായാലും എക്സ്പെൻഡിച്ചർ ആണല്ലോ, നമുക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് സൈഡിൽ എഴുതിയേക്കാം. കാരണം എന്തായാലും വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണല്ലോ, അപ്പൊ പേയ്മെന്റ് ആണല്ലോ. അപ്പൊ നമ്മള് എന്താണ്? അപ്കീപ്പ് ഗ്രൗണ്ട് എത്രയാണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്? 24,000 ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ പകർത്തി എഴുതുന്നു. അടുത്തായിട്ട് സാലറി ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ബുക്സ് ആൻഡ് മാഗസീൻസ്, അത് നമ്മുടെ എക്സ്പെൻഡിച്ചർ തന്നെയാണല്ലോ. സോ എന്താണ്? ഞാനിപ്പോ ബുക്സ് എന്ന പേര് എഴുതാം, നിങ്ങൾ എഴുതുമ്പോൾ മൊത്തം എഴുതണം. 12,000 രൂപയുണ്ട്, അതേപോലെ എഴുതി. അടുത്തത് ആനുവൽ ഡിന്നർ എക്സ്പെൻസും ഉണ്ട്. എന്താണ്? 36,000 ലെസ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് എക്സ്പെൻസും ഉണ്ട്, അതിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇൻകം ഉണ്ട്. നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അതായത് റെസിപ്റ്റ് സൈഡിൽ വേണം ഇൻകം എഴുതാനായിട്ട്, എക്സ്പെൻഡിച്ചർ സൈഡിൽ വേണം പേയ്മെന്റ് എഴുതാനായിട്ട്. ആ രീതിക്ക്, അല്ലെങ്കിൽ പേയ്മെന്റ് സൈഡിൽ വേണം എക്സ്പെൻഡിച്ചർ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം എക്സ്പെൻസ് എത്രയുണ്ടോ അത് എന്ത് ചെയ്യാം?
അത് പേയ്മെന്റ് സൈഡിനകത്ത് എഴുതാം. അതായത് ആനുവൽ ഡിന്നർ എക്സ്പെൻസ് എന്ന പേരില് എത്ര എക്സ്പെൻസ് ഉണ്ടോ അത് മൊത്തം രൂപ നമ്മൾ എഴുതുന്നു. അതായത് 36,000 രൂപ. ശേഷം അതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇൻകം ആണല്ലോ, അത് റെസിപ്റ്റ് സൈഡില് അത് ഏത് രീതിയിൽ എഴുതണം? അതായത് കോൺട്രിബ്യൂഷൻ ഫ്രം എന്താണ് ഈ പറയുന്ന ആനുവൽ ഡിന്നർ എന്ന പേരിൽ എഴുതിയാൽ മതി. എത്ര രൂപ? 24,000. അപ്പൊ നെറ്റ് എഫക്റ്റില് ആ എമൗണ്ട് തന്നെ നമുക്ക് വന്നോളും. അടുത്ത ഏതാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ കിടക്കുന്നത്? ഓഡിറ്റ് ഫീസ് ആണ് കിടക്കുന്നത്. ശരിയല്ലേ? ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഓഡിറ്റ് ഫീസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഓഡിറ്റ് ഫീസ് ഓഫ് എന്താണ് 4,800 ഫോർ ദ ഇയർ 23-24 വാസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ. ഈ വർഷം നമ്മൾ അടച്ചിരിക്കുന്നത് 4,800 രൂപയാണ്. അതായത് പേയ്മെന്റ് ആയിട്ട് ഓഡിറ്റ് ഫീസ് നമ്മൾ അടച്ചിട്ടുള്ളത് 4,800 രൂപയാണ്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഈക്വലന്റ് ആണ്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അക്രൂവൽ ബേസിസിലാണ് നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യും. പക്ഷെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലോ കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതാവുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഓഡിറ്റ് ഫീസ് എഴുതുമ്പം എത്രയാണ് എഴുതാവുള്ളൂ? നമ്മുടെ കയ്യിൽ നിന്ന് ഇൻകറായി പോയ പൈസ മാത്രമാണ് എഴുതാവുള്ളൂ. അതായത് 4,800 രൂപയാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്തായിട്ട് നമുക്ക് നോക്കിയേക്കാം. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് നമ്മൾ എഴുതി. ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജ് നമ്മൾ എന്ത് പേര് തന്നെ എഴുതുന്നു? ഇൻട്രസ്റ്റ് എന്ന പേരിൽ തന്നെ 3,600 രൂപ എഴുതുന്നു. പിന്നെയോ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമ്മുടെ ക്യാഷ് എക്സ്പെൻസ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. 3,600. ഓക്കെ. പിന്നെ അപ്പുറ സൈഡ് നമുക്ക് നോക്കിയാലോ. അടുത്ത് നമുക്ക് ഇൻകം സൈഡ് ആണ് എഴുതാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി നമ്മൾ എഴുതി. എൻട്രൻസ് ഫീസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? എൻട്രൻസ് ഫീസ് എത്ര രൂപയാണ്? 6,000 രൂപ അതേപോലെ എഴുതുന്നു. ശേഷം ഇൻകം ഫ്രം ആനുവൽ മീറ്റ്. അതിന് റെസിപ്റ്റ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. റെസിപ്റ്റ് മാത്രം നമ്മുടെ സൈഡിൽ എഴുതുന്നു. അതായത് ഇൻകം ഫ്രം ആനുവൽ മീറ്റ്. അതിനകത്ത് ഇൻകം എത്രയാണ്? 35,450. 35,450 നമ്മൾ എവിടെ എഴുതുന്നു? ഇൻകം സൈഡിനകത്ത് എഴുതുന്നു. അതിന്റെ എക്സ്പെൻസ് എവിടെ എഴുതുന്നു? അതായത് അത് നമ്മൾ പേയ്മെന്റ് സൈഡിൽ എഴുതുന്നു. എക്സ്പെൻസ് ഓഫ് ആനുവൽ മീറ്റ് എന്ന എന്തെങ്കിലും പേരിൽ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. 18,000 രൂപ എഴുതുന്നു. ഇതിനുശേഷം എന്താ വന്നിരിക്കുന്നത്? അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 15%. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 2,50,000. പർച്ചേസ് 31 മാർച്ച് 2024 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം? അപ്പൊ ഇൻട്രസ്റ്റിന്റെ കാര്യം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ അതേപോലെ എഴുതണം. എത്രയാണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 22,550. അതേപോലെ നമ്മൾ കിട്ടിയ ഇൻട്രസ്റ്റ് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടെന്ന് ഓടിച്ചു നോക്കിക്കേ. നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എല്ലാ ഐറ്റങ്ങളും എഴുതി അഡ്ജസ്റ്റ്മെന്റിനകത്തേക്ക് ഒന്ന് ഓടിച്ചു നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടോ? നമ്മൾ റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. സബ്സ്ക്രിപ്ഷൻ എഴുതി, അഡ്വാൻസിന്റെ കാര്യം എഴുതി, ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി എഴുതി, കാര്യങ്ങളെല്ലാം എഴുതി. എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ഇനി ഇത് ബാലൻസ് ചെയ്യുക. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടും? എന്താണ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. ആദ്യം നമുക്ക് റെസിപ്റ്റ് സൈഡ് കൂട്ടിയേക്കാം. കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. ടോട്ടല് 2,93,440 കിട്ടും. 2,93,440. അതിനകത്ത് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഡിഡക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 60,400 ആയിട്ട് എന്ത് കിട്ടും? നമ്മുടെ എന്താണ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അതായത് ക്യാഷ് ബാലൻസ് നമുക്ക് ലാസ്റ്റത്തെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും 60,400. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് സുഖമായിട്ട് വരയ്ക്കാമല്ലോ. അപ്പൊ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റോടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിനകത്തേക്ക് പോയേക്കാം. അതായത് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ് നമുക്ക് അറിയാം. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇന്നർ കോളത്തിലാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. എത്രയാണ്? വർക്കിനോട്ട് നോക്കി ഇങ്ങോട്ട് എഴുതുക. 2,76,960 രൂപയാണ്. ശരിയല്ലേ? അത് നമ്മൾ ആദ്യം എഴുതി വെച്ചു. അതിനോട് സർപ്ലസ് ആഡ് ചെയ്യുക. സർപ്ലസ് എത്രയാണ് എവിടെ നോക്കിയാൽ കിട്ടും? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് നമ്മൾ സർപ്ലസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. 36,400. 36,400 രൂപ എന്ത് ചെയ്യുക? കൂട്ടുക. ഓക്കെ ആണല്ലോ? കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ എഫക്റ്റിൽ എത്ര വരും നമുക്ക് എഴുതാം. ലാസ്റ്റ് ചെയ്താൽ മതി. ബാക്കി ഐറ്റംസ് നമുക്ക് അതേപോലെ എഴുതാം. ശേഷം നമുക്ക് ഈ വർഷം അവസാനം എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ അല്ലെങ്കിൽ അഡ്വാൻസ് ഉണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷനകത്ത് 31 മാർച്ച് 2025 ആയപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീൽ ചെയ്തേക്കാം. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്.
ശരിയാണല്ലോ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് എഴുതണം. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഞാൻ ലിക്വിഡിറ്റി ഓർഡറിലൊന്നും അല്ലാണ്ട് എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ലിക്വിഡിറ്റി ഓർഡറോടെ ഫോളോ ചെയ്യാൻ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. ഒരു ഇംപ്രഷൻ ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എഴുതി. അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈബിലിറ്റി ആണല്ലോ. അതായത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് നമ്മള് ലൈബിലിറ്റി സൈഡില് 6480. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്ര രൂപ വരുന്നത്? 10,800. ഓക്കെ, അടുത്ത വരുന്നത് പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്. പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി നമ്മുടെ അസറ്റ് ആണ്. അപ്പൊ നമ്മൾ എവിടെ വരുന്നു? പ്രീപെയ്ഡ് 1440 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റ് സൈഡില് എഴുതി വെക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അതേപോലെ നമ്മൾ ആദ്യം പകർത്തി എഴുതി വെക്കുന്നു. ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ ഉള്ളത് നമുക്ക് നോക്കാം. താഴെ സെപ്പറേറ്റ് പാസേജ് പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിക്ക് എന്താണ് ഒരു സ്പോർട്സ് ഗ്രൗണ്ടിന്റെ കാര്യം, അതിപ്പോഴും അസറ്റ് ആയിട്ട് തന്നെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഡിപ്രീസിയേഷന്റെ കാര്യം അതിന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് സ്പോർട്സ് ഗ്രൗണ്ട് ഈ പറയുന്ന 2,40,000 രൂപയ്ക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, 0 കറക്റ്റ് ആയിട്ട് കയറും. അടുത്ത പറഞ്ഞിരിക്കുന്നതോ അതുപോലെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോർട്സ് എക്യുപ്മെന്റിന്റെ വില ഒരു 64,800 രൂപയുടെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഫുൾ വാല്യൂ കാണിച്ചിട്ട് ഡിപ്രീസിയേഷൻ ലിസ്റ്റ് ചെയ്തുള്ള നെറ്റ് വാല്യൂ എന്നുള്ള രീതിയിൽ എഴുതാം. എങ്ങനെയാലും കുഴപ്പമില്ല. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് ഫീസിന്റെ കാര്യം നമ്മൾ ഡീൽ ചെയ്തതാണ്. പിന്നെ ഈ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഓഡിറ്റ് ഫീസ്, അതായത് താഴെ പറയുന്നുണ്ട് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഡിറ്റ് ഫീസ് ഉണ്ട്. അത് എവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള രീതിയിലാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. 6,000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ 6,000 രൂപ എന്ത് ചെയ്യുന്നു? അതേപോലെ എഴുതി വെക്കുന്നു. ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലബ് ഹാർഡ് റേസ് ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടല്ലോ. അതായത് ബാങ്ക് ലോൺ 48,000 രൂപ നമ്മൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് അവിടെ തന്നെ കാണൂല. അതേപോലെ വന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ക്യാഷിന്റെ ഇൻഫർമേഷൻ. നമ്മൾ ക്യാഷ് ബാലൻസ് ക്ലോസിംഗില് ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതായത് 60,400 എന്ന രീതിക്ക് നമ്മൾ കണ്ടുപിടിച്ചോളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇനി നമ്മള് വേറെ ഏതെങ്കിലും വരാണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി കൂട്ടി നോക്കുക. ഇനി കൂട്ടി നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ക്യാപിറ്റൽ ഫണ്ടും അതോടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിനകത്തേക്ക് എഴുതാം. 2,76,960 36,400 കൂട്ടിയിട്ട് കിട്ടുന്ന എമൗണ്ട്. അതായത് ശരിച്ചെഴുതാണ് സ്ഥലമില്ലാത്തത് 360. ഇനി ടോട്ടൽ ചെയ്യാം. 64,80 പ്ലസ് 10,800 പ്ലസ് 6,000 പ്ലസ് 48,000. അപ്പൊ നമുക്ക് സ്ഥലമില്ലാത്തതിന്റെ വിശദീകരിച്ച് എഴുതുവാണ്. 46,40. ഈ എമൗണ്ട് തന്നെയാണ് അപ്പുറം കിട്ടുന്നത്. നോക്കിക്കേ, 18,000 പ്ലസ് 1,440 പ്ലസ് 2,40,000 പ്ലസ് 64,800 പ്ലസ് 60,400. നമുക്ക് ഈ എമൗണ്ട് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ടാലിയായി, നമ്മുടെ കണക്ക് ശരിയായി. അപ്പൊ കണ്ടിട്ട് എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക. ഞാൻ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു ചെയ്ത് ക്ലാസ് ആയിട്ടൊന്നും അല്ല പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാവും കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.